ഉന്മേഷേ ഒരു 5 മിനിറ്റിനകം തന്നെ നമ്മൾ ഈ താലൂക്ക് ആശുപത്രിയിലെത്തും. കൊയിലാണ്ടി ടൗണിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ എത്തും. കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ആ പരിക്കേറ്റവരുടെ ഒരു പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ കൂടുതലും പ്രായമായ ആളുകൾക്കാണ് പരിക്കേറ്റുള്ളത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ആ രണ്ട് ആനകളുടെ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ പ്രായമായ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരാണ് വീണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇത്തരത്തിൽ വീണ് പരിക്ക് പറ്റിയ 2 ആളുകൾ ആണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവശേഷിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ഇവിടെ നിന്ന് ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം വിദഗ്ധ പ്രാഥമിക ചികിത്സ ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നൽകിയതിനു ശേഷം കൂടുതൽ ചികിത്സ വേണ്ട ആളുകളെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഒരു നിമിഷം മിഥില, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇത് ഈ ഗുരുതരമായി പരിക്കേറ്റവരെ എത്തിക്കുകയാണല്ലോ അല്ലേ? അതെ ഉന്മേഷ്, അതായത് ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ പരിക്കേറ്റതിൽ കൂടുതലും സ്ത്രീകളും മുതിർന്നവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ ഒരാളെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സൂചിപ്പിച്ച പോലെ തന്നെ 5 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്കേറ്റ 5 പേരിൽ ഒരാളെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് ആ പരിക്കേറ്റ രോഗിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി 4 പേരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുണ്ട്. ഇനി ഇവിടെ ഈ ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ എന്താ അവിടെ സംഭവിച്ചത്? ഇനി കൂടുതൽ ആൾക്കാരെ എത്തിക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഉന്മേഷ കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികരണം തേടാൻ പറ്റിയ ഒരു സാഹചര്യം. എന്താ കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്? ഇത് അടുത്ത വണ്ടിയാണ്. ഇനിയും 3-4 ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് താലൂക്ക് ഹോസ്പിറ്റലിലാണ് എല്ലാവരും അവിടത്തേക്കാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് റെഫർ ആക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ അറിയോ? അവിടെ പറ്റിയ എല്ലാവരും അവിടെ നിന്ന് പറ്റിയ എല്ലാവരും ഓട്ടോറിക്ഷയിലും കാറിലും ആംബുലൻസൊക്കെ ആയിട്ട് എല്ലാവരും താലൂക്ക് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇപ്പൊ അവിടെ നിന്ന് ഒരു റെഫർ ചെയ്യാൻ. ഇപ്പൊ നിങ്ങളുടെ കണക്കനുസരിച്ച് എത്ര പേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? എത്ര വണ്ടികളുണ്ട്? ഇപ്പൊ തന്നെ ഇവിടെ 4-5 വണ്ടി വന്ന് പോയിട്ടുണ്ടാവും. ഇനിയും ഒരു 4-5 വണ്ടി വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് 5-ലധികം ആൾക്കാർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാവാം. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനിയും 5-6 വാഹനങ്ങൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ പരിക്കേറ്റ ആളുകളെ ഇവിടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായി പരിക്കേറ്റവരെ എത്തിക്കുകയാണ്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ, കോഴിക്കോട് കൊയിലാണ്ടിയിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് ആ ദുരന്തത്തിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചത്.